ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങളെ ഈ വീഡിയോ സീരീസിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ദ സ്റ്റോറി എന്ന വീഡിയോ സീരിയലിലൂടെ കർത്താവായ യേശുക്രിസ്തു ഒരു കഥ പറയാനായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് ആരംഭിച്ച് കഴിഞ്ഞു. ഇന്ന് മൂന്നാമത്തെ വിഷയമാണ് ആരംഭിക്കുക. ഇതിനു മുമ്പ് നിങ്ങൾ 2 വിഷയങ്ങൾ കേട്ടു. അതിലെ ആദ്യത്തെ വിഷയം ക്രിസ്തീയ ജീവിതം ഒരു ആത്മീയ സമരമാണ്. അതേക്കുറിച്ച് ടെലിവിഷനിലൂടെ കാണുന്നവർ 4 എപ്പിസോഡുകൾ കണ്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. രണ്ടാമത്തെ വിഷയം സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അതിന് 4 എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു. അതും എന്നെ ശ്രമിക്കുന്നവർ കേട്ട് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകൾ കേൾക്കാതെയാണ് ആരെങ്കിലും ഇന്ന് ഓണാക്കുന്നെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകുന്നില്ലെങ്കിൽ, ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ CD ആയിട്ട് OM ബുക്ക് ഹൗസിൽ തിരുവനന്തപുരത്തും കോട്ടയത്തും എറണാകുളത്തും ഉള്ള OM ബുക്ക് ഹൗസിൽ ലഭിക്കുന്നതാണ്. അതുകൂടാതെ എവിടെയെല്ലാം ലഭിക്കുമെന്ന് ഈ പ്രോഗ്രാമിൻ്റെ അവസാനം ടെലിവിഷനിൽ എഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ പോയി ചോദിച്ചാൽ അത് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, സത്യമറിയാൻ ആഗ്രഹിക്കുന്നവർ ഏതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മേടിച്ച് അത് കേൾക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ദ സ്റ്റോറി ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഇൻട്രഡക്ഷനായിട്ട് ഒരു പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞിരുന്നു, വീണ്ടും ജനനം എന്ന വിഷയത്തെക്കുറിച്ച്. അതിൽ 7 എപ്പിസോഡുണ്ട്. ആദ്യത്തെ 4 നിക്കോദേമോസിനോട് യേശു സംസാരിക്കുന്ന കാര്യങ്ങളാണ്. യേശു വളരെ ശക്തമായിട്ട് സംസാരിക്കുകയാണ്. നീ വീണ്ടും ജനിക്കാതെ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അതും സംസാരിക്കുന്നത് നല്ല ഒരു ഭക്തനോട്, തൻ്റെ യഹൂദ മതത്തിലെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് മോശയുടെ എല്ലാ പ്രമാണങ്ങളെയും മുറുകെ പിടിക്കുന്ന, ദൈവത്തിന് മുമ്പിൽ സ്വയം നീതീകരിക്കപ്പെട്ട, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനോടാണ് യേശു പറയുക, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നീ ഒരിക്കലും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അതേക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇത് കേൾക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ അവ ഒന്ന് അന്വേഷിക്കുക. ഈ സ്ഥലങ്ങളിൽ തന്നെ ലഭിക്കും. അതിനുശേഷം 3 കാര്യങ്ങൾ എന്തുകൊണ്ട് വീണ്ടും ജനിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ 7 CD നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ട്, ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന 8 എപ്പിസോഡും കേട്ടിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ സംശയം കൂടാതെ ഫോളോ ചെയ്യാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് TV ഓണാക്കി ഇതിലേക്ക് പ്രവേശിക്കുന്നെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ കാണും, സംശയങ്ങൾ വരും, സ്വാഭാവികമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ സ്ഥലങ്ങളിൽ പോയി ഈ CD കൈവശമാക്കി ഇത് വീട്ടിലിരുന്ന് കാണുവാൻ പരിശ്രമിക്കുക. അപ്രകാരം കേട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് ഇന്ന് ദൈവവചനമാകുന്ന വിഷയത്തെക്കുറിച്ച്, ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിക്കുമ്പോൾ ഇത് ദൈവവചനത്തിൻ്റെ വിഷയത്തെക്കുറിച്ചുള്ള 4ാമത്തെ എപ്പിസോഡാണ്. എന്നാൽ ദ സ്റ്റോറി എന്ന വീഡിയോ സീരിയലിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ്. പ്രാർത്ഥനാപൂർവം കേൾക്കുക. ഞങ്ങളുടെ ആത്മാർത്ഥമായ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സത്യമറിയാനുള്ള ആ തീഷ്ണതയൊക്കെ കർത്താവിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും സത്യമറിഞ്ഞ് ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ എന്ന് ഉള്ള പ്രാർത്ഥനയോടുകൂടി കർത്താവിന് മുമ്പിൽ ഇന്നത്തെ വചനം ശുശ്രൂഷ ഞങ്ങൾ സമർപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാന് ആണെന്ന് മുദ്ര വെക്കുന്നു. യേശുവിനെ കുറിച്ച് സംസാരിക്കുന്ന വചനങ്ങളാണ്. ഈ വചനങ്ങൾ ആര് കേൾക്കുമ്പോൾ ഇത് സത്യമാണെന്ന് ഈ പറയുന്ന വ്യക്തി പറയുന്ന വചനങ്ങൾ സത്യമാണെന്ന് ആര് ചെയ്യുന്നോ അത് ദൈവം സത്യവാനാണെന്ന് നീ മുദ്ര വെക്കുന്നതിന് തുല്യം. നമ്മൾ ബൈബിളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ
ചില കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി നമ്മുടെ മനസ്സിലെപ്പോഴും ആ ചിന്ത വേണം. ഒന്നാമതായിട്ട്, ബൈബിൾ എന്നുള്ള ഈ പുസ്തകം ഇത് പ്രത്യേക ഒരു മതത്തിൻ്റെ പുസ്തകമല്ല. ചിലർ ചിന്തിക്കും ഇത് ക്രിസ്തു മതത്തിൻ്റെ പുസ്തകമാണെന്ന്. ഒന്നാമതായിട്ട്, ക്രിസ്തു മതം എന്നൊരു മതം ഇല്ല. അത് മനുഷ്യർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മതം കാണുമായിരിക്കാം. സ്വർഗത്തിൽ നിന്നും ദൈവം ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല, ക്രിസ്തു മതം ഉൾപ്പെടെ. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് മതം സ്ഥാപിക്കാനല്ല, ക്രിസ്തു മതം സ്ഥാപിക്കാനല്ല. യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ ലിഖിതങ്ങൾ ഉണ്ടായിരുന്നു. ഈ ബൈബിളിൽ കാണുന്ന വിശുദ്ധ ലിഖിതങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് സഭ ഉണ്ടായിട്ടുമില്ല. എന്നാൽ വിശുദ്ധ ലിഖിതങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ക്രിസ്ത്യാനികളില്ലായിരുന്നു, എന്നിട്ടും വിശുദ്ധ ലിഖിതങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ബൈബിൾ എന്ന പുസ്തകം ഒരു മതത്തിൻ്റെതും ഗ്രന്ഥമല്ല. പിന്നെ ഇത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ അടങ്ങിയ ഒരു പുസ്തകം. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യം സൃഷ്ടിച്ച സർവ്വ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യർക്കും വേണ്ടിയും ദൈവം സൃഷ്ടിച്ച, ദൈവം സ്നേഹിക്കുന്ന, ദൈവം രക്ഷയിലേക്ക് വിളിക്കുന്ന സർവ്വ മനുഷ്യർക്കും ഉള്ളതാണ് വിശുദ്ധ ബൈബിൾ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിന് പര്യാപ്തനാകുകയും ചെയ്യുന്നു. ഇംഗ്ലീഷ് ബൈബിളിലാണെങ്കിൽ ഇപ്രകാരം പറയുന്നു: ഓൾ സ്ക്രിപ്ചർ ഈസ് ഗോഡ് ബ്രീത്ഡ്. ഓൾ സ്ക്രിപ്ചർ, ദൈവവചനം മുഴുവനും ദൈവം നിശ്വസിച്ചതാണ്, ദൈവത്തിൻ്റെ ജീവനാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമാണ്, ദൈവമായ വചനം, ദൈവം തന്നെയായ വചനം. അതാണ് വിശുദ്ധ ലിഖിതങ്ങൾ. ആ വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണെന്ന് മലയാളത്തിൽ വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞു ഇറ്റ് ഇസ് ഗോഡ് ബ്രീത്ഡ്. ദൈവത്തിൻ്റെ ശ്വാസമാണത്.